ബൈബിൾ തുറക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അവയെയും എൻ്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വെക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്ക്കും, അത് അനുഗ്രഹകരമായ മഴ. ഞാൻ ഈ വാക്യത്തിന്റെ ചില വാക്കുകളിൽ മാത്രം വിവരിക്കാം, എന്നിട്ട് ഈ വാക്യത്തിലേക്ക് വരാം. ദൈവം യെസെക്കിയേൽ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ ജനത്തോട് സംസാരിക്കുന്ന ഒരു ആത്മീക ദൂതാണ് ഇവിടെ വായിച്ചു കേട്ടത്. അങ്ങനെ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ ഒരു ഇച്ചിരി പ്രയാസമുണ്ട്. മനസ്സിലാകുന്ന രീതി ഞാനൊന്ന് പറഞ്ഞു തരാം. ദൈവജനത്തോട് ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി വെക്കും, എന്നിട്ട് നിന്റെ മേൽ ഞാൻ ഒരു മഴ പെയ്യിക്കും. ആ മഴ അനുഗ്രഹകരമായ ഒരു മഴയായിരിക്കും. ഇനി ഇത് പ്രവചിക്കുവാനുണ്ടായ സാഹചര്യം അത് വിവരിച്ചാലേ ഇതിനകത്തു നിന്നുള്ള ദൂത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോ, സ്തോത്രം, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ ജനത്തെ ബന്ധിച്ച് ബാബേലിലേക്ക് പ്രവാസത്തിൽ കൊണ്ടുപോയി. സ്തോത്രം. ചോദ്യം, ദൈവത്തിൻ്റെ സ്വന്തം ജനം ബന്ധിക്കപ്പെടുമ്പോൾ ദൈവം നോക്കി നിൽക്കുമോ? ജീസസ് നോക്കി നിൽക്കും. എപ്പോൾ? ജനം ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ. അപ്പൊ ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നാൽ ദൈവം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എടുത്തു മാറ്റും, ദൈവത്തിൻ്റെ കാവൽ എടുത്തു മാറ്റും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ശത്രു ആക്രമിക്കാൻ വരുമ്പോൾ ദൈവം സൈലന്റ് ആവും. സ്തോത്രം. ഇനി എല്ലാവരുടെയും കേസ് അങ്ങനെ പറയാനും പറ്റത്തില്ല. അതൊക്കെ ഞാൻ സമയം പോലെ വിവരിച്ചു തരാം. അങ്ങനെ അവർ ബാബേലിൽ കൊണ്ടുപോയപ്പോൾ ദൈവം മൗനമായിരുന്നു. പക്ഷേ ദൈവം ഒരു കാര്യം ചെയ്തു. ബാബേലിൽ പോയി ഒരു കാലയളവ് കഴിയുമ്പോൾ അവരെ മടക്കി കൊണ്ടുവരുന്ന ദിവസം ദൈവം കുറിച്ചിട്ടു. സ്തോത്രം. ഇപ്പൊ ജനം കിടക്കുന്നത് ബാബേലിലാണ്. ഖേബാർ നദിയുടെ തീരത്തിരുന്ന് യെസെക്കിയേൽ പ്രവാചകൻ കാണുന്ന ദർശനങ്ങളുടെ വിവരണമാണ് യെസെക്കിയേൽ പ്രവചനത്തിലെ പ്രവചനദൂതുകൾ. അവിടെ നിന്നുകൊണ്ട് യെരൂശലേം നശിച്ചു, ആലയം നശിച്ചു, ജനം നശിച്ചു, എല്ലാം നശിച്ചു കടന്നു. ഇനിയും ഒരു ജീവിതം ഇല്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരോട് പ്രവാചകൻ പറയുക, നിന്നെ ഇവിടുന്ന് ഞാൻ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് എവിടെ നീ നശിച്ചോ അവിടെ നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി വെക്കും. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ഞാൻ പ്രസംഗിച്ച് നിർത്തിയിടത്തുനിന്ന് ഞാൻ പ്രസംഗം തുടങ്ങുക. ആദ്യത്തെ 2 ഭാഗം പറഞ്ഞാൽ ഇന്നും ദൂത് അവസാനിക്കത്തില്ല. അതുകൊണ്ട് ആ 2 ഭാഗം തൊട്ടങ്ങ് പോകാം. ഈ രാജാവ് ഈ ജനത്തെ ബന്ധിച്ചു, ഈ ജനത്തെ നശിപ്പിച്ചു. അന്നും ഇന്നും എക്കാലവും ദൈവമക്കളെ ബന്ധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യ ശക്തികളും പൈശാചിക ശക്തികളും ഉണ്ട്. പക്ഷെ ഞാനിവിടെ ഈ വചന വെളിപ്പാടിൽ ഒരു ഉറപ്പ് വരാം. ആര് നിന്നെ ബന്ധിച്ചാലും, ആര് നിന്നെ നശിപ്പിച്ചാലും നിന്നെ പുനരുദ്ധരിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതിനർത്ഥം ഇപ്പോൾ നീ കടന്നു പോകുന്ന സാഹചര്യം ലോകം മുഴുവൻ പറഞ്ഞു നീ തീർന്നെന്ന്. പക്ഷെ ദൈവം പറയാ, അല്ല, ഇവിടുന്ന് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും, എന്നിട്ട് ഞാൻ നിന്നെ യെരൂശലേമിൽ കൊണ്ടുപോകും. നീ നശിച്ചെന്ന് പറഞ്ഞ പട്ടണത്തിൽ നിന്നെ ഒരു അനുഗ്രഹമാക്കി. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പ്രസംഗിച്ചു. ആദ്യ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ദൈവം ഒരു മനുഷ്യനെ ഒരു ദേശത്ത് അനുഗ്രഹമാക്കി വെക്കുന്നത്. നിങ്ങൾ ഈ വന്നത് 2026 നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനാ വന്നേ. പക്ഷെ ദൈവം പറയാ, അടുത്ത ലെവലിൽ നിന്നെ കൊണ്ടുപോകും, നിന്നെ ഒരു അനുഗ്രഹമാക്കി വെക്കും. നിന്റെ വീടിന് നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ പട്ടണത്തിന് നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമായിരിക്കും.
ആ ഭാഗം പറഞ്ഞ് അവിടെ വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ദൂത് പറയുകയാണ്, നിന്നെ അനുഗ്രഹമാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ മേൽ ഒരു മഴ പെയ്യിക്കും. അതാണ് ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. ആ മഴയുടെ രണ്ടാമത്തെ ഭാഗം, ആ മഴയ്ക്ക് ബൈബിളിട്ടൊരു പേരുണ്ട്, അത് അനുഗ്രഹകരമായ ഒരു മഴയായിരിക്കും. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു പക്ഷേ നീ ജനിച്ചിട്ട് ഇന്നയോളം നിന്റെ ലൈഫിൽ വെളിപ്പെടാത്ത ഒരു മഴ ഈ വർഷം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. സ്തോത്രം. ഞാൻ മറ്റ് ഒറ്റ കാര്യങ്ങളിലോട്ടും പോകാതെ മഴ എന്ന് പറയുന്ന ദൂതിലേക്ക് മാത്രം നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാം. സ്തോത്രം. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തില്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. അപ്പൊ ഒരു കാര്യത്തിനായി വാക്യം വായിച്ചത്. അപ്പം മഴ പെയ്യിക്കുന്നത് ആരാണ്? ഉറപ്പിക്കണം. ഞാൻ ദൂതിലോട്ട് വരാം. മഴ പെയ്യിക്കുന്ന ആരാണ്? ദൈവമാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത് വെച്ച് വരാം. ദൈവമാണ് മഴ പെയ്യിക്കുന്നത്. സ്തോത്രം. ബൈബിളിലെ മഴ പെയ്യിക്കാത്ത കാലത്ത് നോഹ എന്ന് പറയുന്ന ദൈവമനുഷ്യനോട് ദൈവം പറയുകയാണ്, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും. ദൈവം നോഹയോട് ഈ ദൂത് പറയുമ്പോൾ അന്ന് വരെ ഭൂമിയിൽ എന്ത് പെയ്തിട്ടില്ല? മഴ പെയ്തിട്ടില്ല. മഞ്ഞ് പൊങ്ങി മഞ്ഞ് ഭൂമിയെ നനയ്ക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ അന്ന് വരെ മഴ പെയ്തില്ല. എബ്രായ ലേഖനകർത്താവ് നോഹയുടെ ചരിത്രം എഴുതിയപ്പോൾ എഴുതി, കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി അവനൊരു പെട്ടകം തീർത്തു. മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്ന ശബ്ദം കേട്ട് മഴയിൽ നിന്ന് മോചനത്തിന് ഒരപ്പച്ചൻ പെട്ടകം ഉണ്ടാക്കുക. ഓ ഹല്ലേലൂയ. ഇവിടെ ഒരു ദൂത് ഞാൻ പറയാം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വാക്കാ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിനെ ആത്മീക അന്തരീക്ഷങ്ങളുമായിട്ടൊക്കെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഈ ദൂത് വരാൻ പോകുന്നത്. അപ്പം ദൈവം മഴ പെയ്ക്കും. മഴയുടെ ഒരു കുഴപ്പമുണ്ട്, സമയം തെറ്റി പെയ്താലും കുഴപ്പമാണ്, മഴ കൂടിയാലും കുഴപ്പമാ, മഴ കുറഞ്ഞാലും കുഴപ്പമാ. അതുകൊണ്ടാണ് ബൈബിൾ എഴുതുന്നത്, മഴ ഞാൻ തക്ക അളവിൽ തരുമെന്ന്. അവിടോട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. എങ്ങനെയാണ് അനുഗ്രഹകരമായ മഴയെന്ന് പറയാൻ പോവാ. മഴ എങ്ങനെ തരും? തക്ക അളവിൽ തരും. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ആ കാലഘട്ടത്തിലെ ദൂതാണ്. ഈ കാലഘട്ടത്തിലും ഈ വർഷത്തിലും എന്താ ഇതിന്റെ പ്രാധാന്യത എന്ന് പറയാൻ പോവാ. സ്തോത്രം. ഒരിക്കല് ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരു കാലഘട്ടം പിന്നെ ഉണ്ടായപ്പോ ദുഷ്ടശക്തികൾ എഴുന്നേറ്റ് ദൈവമക്കളെ കൊല്ലുകയും യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നും കളഞ്ഞു. ആ കാലമാണ് ആഹാബിന്റെയും ഈശബേലിന്റെയും കാലം. അന്നേരം ഏലിയാവെന്ന് പറഞ്ഞൊരു പ്രവാചകൻ എഴുന്നേറ്റ് വെച്ച് പറയുക, സ്തോത്രം, ഇനിയും ഞാൻ പറയാതെ ഈ രാജ്യത്ത് രാജാവേ ഒരു മഞ്ഞും പെയ്യത്തില്ല, ഒരു മഴയും പെയ്യത്തില്ല. അപ്പൊ ഞാൻ ദൂത് തുടങ്ങുക. മഴ പെയ്യിക്കുന്നവൻ ദൈവമാണ്, മഴയുടെ ഉടമസ്ഥൻ ദൈവമാണ്, അകന്നുപോയ ജനത്തിന്റെ ലൈഫിലെ മഴ നിർത്തുന്നതും ദൈവമാണ്. ഒരാമീൻ പറയണം. എന്തോ ഈ മെസ്സേജ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ബോധ്യം, നിർത്തിവെച്ചത് എന്തൊക്കെയോ ഈ വർഷം വീണ്ടും ആരംഭിക്കാൻ പോകുകയാണ്.
നീ പോലും അറിയാതെ നിന്റെ ലൈഫിൽ നിർത്തിവെച്ച ചിലത് ഈ 2026 ദൈവം ആരംഭിക്കാൻ പോകുന്നു. സ്തോത്രം. ഇനി നമ്മളെല്ലാം ഇന്നിവിടെ മിടുക്കന്മാരായിട്ടിരിക്കുന്നത് മഴ റൈറ്റ് ടൈമിൽ പെയ്യുന്നോണ്ടാ, അല്ലല്ലോ? വെള്ളമില്ലേ, നമ്മുടെ ജീവിതം വഴിമുട്ടും. കുളിക്കുന്ന വെള്ളത്തിലാ, വെള്ളമില്ല എണ്ണത്തിൽ കുളിക്കും. കുടിക്കുന്ന വെള്ള, ഇടയ്ക്ക് അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോയ അവിടെങ്ങും വെള്ളം കിട്ടത്തില്ല. വീടുകളിൽ എല്ലാം ജ്യൂസാ. അവിടെ ഇരുന്ന് ചുമ്മാ ജ്യൂസ് കുടിക്കുമ്പോഴാ നാട്ടിലെ പച്ചവെള്ളത്തിന്റെ ഗുണം അറിയുന്നത്. ശ്രദ്ധിക്കണം. ഒരു രാജ്യത്തോട് ചെന്ന് ഒരു രാജാവിനോട് പ്രവചിക്കുക, കൊട്ടാരത്തിൽ കയറി ദൂത് പറയുക, അമ്മി നിനക്ക് പെയ്യിക്കാമെങ്കിൽ പെയ്യിച്ചോ, മഴയെ ദൈവം അടയ്ക്കുക. ഓ ഹല്ലേലൂയ. ആത്മീയ അർത്ഥത്തിലേക്ക് വരാം. ആഹാബും ഇസബേലും ഭരിക്കുന്ന രാജ്യം മുഴുവൻ 3 വർഷം മഴയില്ല. എത്ര വർഷം? അതായത് 1 വർഷം മഴയില്ലല്ലോ. എന്തു അവസ്ഥ പറ? പച്ചിപ്പ് കാണത്തില്ല, ഒറ്റ തോട്ടി വെള്ളം കാണുകയില്ല, ഒറ്റയിടത്ത് സ്വിമ്മിംഗ് പൂള് കാണത്തില്ല, ഒറ്റ കിണറ്റി വെള്ളം കാണത്തില്ല, കുഴൽക്കിണറി കാണുകയില്ല. കാര്യം എന്നാ? മഴയില്ല. 3 വർഷം ആഹാബ് രാജാവ് രാജ്യത്തെ മൃഗങ്ങളെല്ലാം വെള്ളവും പുല്ലും ഇല്ലാതെ ചാകുക. ഉടനെ രാജാവ്, ഒരു വെളിവുള്ള പുള്ളിയല്ല, പുള്ളി പറയാ ഒബദ്യാവെ വരുത്ത്. ആരാ അവൻ? ആരാ? യഹോവ ഭക്തൻ. ഒബദ്യാവെ വരുത്തിച്ച് പറഞ്ഞു, നമ്മുടെ രാജ്യമല്ല സഞ്ചരിക്ക്, എവിടെങ്കിലും വെള്ളമോ പുല്ലോ ഉണ്ടെങ്കിൽ കുറച്ച് കഴുതകളെ കുതിരകളെ രക്ഷിക്കാം. ഓ ഹല്ലേലൂയ. ഒബദ്യാവിനെ കുറിച്ച് എഴുതി, ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ 50 പേരെ ഗുഹയ്ക്കകത്ത് കൊണ്ട് കഞ്ഞിയും പയറും കൊടുത്തു. അവൻ യഹോവ ഭക്തനായിരുന്നു. ഇനി ഞാൻ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ ലൈഫിലേക്ക് വരേണ്ടത് ദൈവം അടച്ചിട്ടുണ്ടെങ്കിൽ ലോർഡ് അത് തുറക്കാനും ദൈവത്തിന് അധികാരമുണ്ട്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു വാക്യം നിങ്ങൾ വായിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ വചനം ശ്രദ്ധിക്കാം. യിരെമ്യാ പ്രവചനം 14-ാം അധ്യായം 4-ാമത്തെ വചനം. എല്ലാവരും എടുക്കാനാണ് ഞങ്ങള് വായിക്കാൻ റെഡിയാണ്, പക്ഷെ നിങ്ങൾ എടുക്കാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ദേശത്ത് മഴയില്ലായകയാൽ, ദേശത്ത് മഴയില്ലായകയാൽ നിലം ഉണങ്ങി വിണ്ടിരിക്കുന്നു, നിലം ഉണങ്ങി വിണ്ടു കീറിയിരിക്കുന്നു. ഉഴവുകാർ ലജ്ജിച്ച് തല മൂടുന്നു. മതി. അപ്പൊ മഴയില്ലെങ്കിൽ ദേശം ഉണങ്ങി എന്ത് ചെയ്യും? വെണ്ടു കീറും എന്ന് പറഞ്ഞ പിടികിട്ടിയോ? നീ ഇവിടെ നെൽകൃഷി നടത്തുന്നില്ലും ആന്ധ്രായി നടത്തുന്നോണ്ടാ നീ ഇവിടെ ചോറ് കഴിക്കുന്നത്. വല്ല മനസ്സിലായോ? മലയാളിക്ക് ചോറില്ല, ഉറക്കം വരത്തില്ലല്ലോ, ചപ്പാത്തിയില്ലേ. അവൻ ഗോതമ്പ് അവിടെ നടാൻ വെള്ളം ഉള്ളോണ്ടാ. മലയാളിക്ക് വെള്ളം കൊടുത്തു, തമിഴ്നാടുകാർക്ക് വെള്ളം കൊടുത്തില്ല, കൃഷി ചെയ്യാനുള്ള കൃപ കൊടുത്തു. എന്നിട്ട് മലയാളി ഒളിഞ്ഞ് വെള്ളം അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. വല്ലതും പിടികിട്ടിയോ? ഏറ്റവും വലിയ പ്രശ്നം കേരളവും തമിഴ്നാടും ഈ വെള്ളപ്രശ്ന. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇനി ഒരു വാക്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ആമോസിന്റെ പ്രവചനം. അതിന്റെ സാഹചര്യം ഒന്നും വിവരിക്കാൻ സമയമില്ല, എന്നേലും വിവരിക്കാം. 4-ാം അധ്യായം 7-ാം വാക്യം. സ്തോത്രം. ആമോസിന്റെ പ്രവചനം. കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ, പ്രവാചകൻ പ്രവചിക്കുക, കൊയ്ത്തിന്
ഇനി എത്രയാ? 3 മാസമുള്ളപ്പോൾ. 3 മാസം. നിങ്ങൾക്ക് കൃഷിക്കാരനെ സംബന്ധിച്ച് 2 മഴ വേണം. ഒന്ന് മുൻമഴയും വേണം, പിന്മഴയും വേണം. എന്താ വേണം? അത് തെറ്റിപ്പോയാൽ കൃഷിയുടെ ഫലം അനുഭവിക്കാൻ പറ്റുകയില്ല. ഇനി ഞാൻ ഈ ദൂതിലോട്ട് വരിക. അമ്മി, കൊയ്ത്തിന് ഇനിയും 3 മാസമുള്ളപ്പോൾ, 3 മാസം ഉള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കി കളഞ്ഞു. ദൈവം പറയാ, ഞാൻ നിങ്ങളുടെ മഴ മുടക്കി. ആര് മുടക്കി? പിശാചല്ല, മന്ത്രവാദിയല്ല, ദൈവം മുടക്കി. പിന്നെ ഞാനൊരു പട്ടണത്തിൽ മഴ പെയ്യ്ക്കുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്തു. ദൈവം പറയും, ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യാതിരിക്കുകയും. ചാക്കോച്ചന്റെ വീട്ടിൽ ഞാൻ മഴ പെയ്യുകയും തോമസിന്റെ വീട്ടിൽ ഞാൻ പെയ്യാതിരിക്കുകയും ചെയ്യും. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, ഒരു കണ്ടത്തിൽ ഞാൻ മഴ പെയ്യിച്ചു. മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി. മറ്റേ കണ്ടം വരണ്ടുപോയി. രണ്ടും തിരുവനന്തപുരത്ത് തന്നെയാ. ഇനി വ്യാഖ്യാനത്തിലേക്ക് വരിക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അമ്മി, നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് പോവാം. അപ്പം മഴ തരുന്നവൻ ദൈവമാണ്, മഴ മുടക്കുന്നവനും ദൈവമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ദിവസം ഏലിയാവ് ആഹാബും കൂടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായി. ഉടനെ ഏലിയാവ് ആഹാബിനോട് പറയാ, ആഹാബേ, 3 ആണ്ടും 6 മാസം മുടങ്ങിയ മഴയുടെ മുഴക്കം എനിക്ക് കേൾക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മഴയുടെ ഒരു പ്രത്യേകത, മഴ ഒരു സ്ഥലത്ത് വരുന്നതിന് മുമ്പ് ക്ലൈമറ്റ് ചേഞ്ച് ആവും. എന്തോ ആവും? ക്ലൈമറ്റ്. ഉച്ചയ്ക്ക് 3 മണിക്കാ മഴ പെയ്യുന്നത് നീച്ചോ. ഉച്ചയ്ക്ക് 3 മണിക്ക് മഴ പെയ്യുക. എന്നെ ശ്രദ്ധിക്കണം. നമ്മളിങ്ങ് ചുമ്മാ ഇരിക്കുമ്പോൾ മഴ റോന്നങ്ങ് പെയ്യുമല്ല. മഴ പെയ്യുന്നതിന് മുമ്പേ ആദ്യം ആകാശത്ത് ഈ കാർമേഘങ്ങൾ എന്ത് ചെയ്യും? ഈ ഉരുണ്ടുകൂടും. താഴോട്ട് മാത്രം നോക്കിയാൽ പോലെ വല്ലപ്പോഴൊക്കെ എന്തോ ചെയ്യണം? അന്നനെ കാണാം. ഓട് നോട്ടം. എന്നിട്ട് കാർമേഘം ഉരുണ്ടു കൂടുമ്പോൾ അതിനകത്തുനിന്ന് ഒരു മിന്നൽ. ബൈബിളിൽ വായിക്കുന്നുണ്ട്, യഹോവ ആകാശത്തിൽ ഇടിവെട്ടിക്കുന്നു, അത്യുന്നതൻ തന്റെ നാദം കൽപ്പിക്കുന്നു. ഒരു കൊല്ലിയാൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ അടിച്ചതാ, പക്ഷെ നമ്മുടെ വീട്ടിൽ അടിച്ച പോലെ, നമ്മുടെ കാലെ അടിച്ച പോലെ. കൊല്ലിയാൻ കഴിഞ്ഞാൽ എന്നാ ഉണ്ട് പറ? അല്ല, കൊല്ലിയാൻ കഴിയുമ്പോ നല്ല കൊല്ലിയാനാണ് ആൾക്കാർ എന്തോ ചെയ്യും? എന്നാ ഉണ്ട്? ഇടി. മിറ്റത്ത് നിൽക്കുന്ന കൊല്ലിയാൻ കാണുമ്പോ ചാടി അകത്ത് കയറും. കാരണം നിൽക്കുന്നവിടെ കുഴപ്പമാണ്, കരിഞ്ഞു പോവും. ചെല്ലു പറയും, ഫോൺ വിളിക്കുമ്പോൾ പറയും, ഹലോ പാപ്പച്ചാനാന്നോ? അതെ. പുള്ളി പറയും, ഇപ്പൊ വിളിക്കല്ലേ, ഇടിയാ. വേണ്ട, മിണ്ടുന്നില്ല. ഇടിയാകുമ്പം സൂസമ്മ സൂസിമോളോട് പറയുക, മോളെ ഫോൺ തുടരുത്, ഇടി. കുത്തിവെച്ച ഫോൺ ഊരിയിടും, ഫ്രിഡ്ജ് ഓഫ് ചെയ്യും, ഫ്ലഗ് ഊരിയിടും, മിക്സി പ്രവർത്തനം നിർത്തും, അയൺ ബോക്സ് ഊരിയിടും. നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ പവർ ഫ്ലഗ് ഓഫ് ആവും. കാര്യം ഇടിവെട്ടുക. അവര് പറയുന്നൊരു കാര്യമുണ്ട്, ഉടനെ ഉണ്ട്. എന്ത്? ആര് പറഞ്ഞു? ആരും പറയണ്ട, അന്തരീക്ഷം കാണുമ്പോൾ അറിയാം. ഉടനെ ഉണ്ട്. മുടങ്ങിയത് ഉടനെ ഉണ്ട്. സ്റ്റോപ്പായി. വല്ല മനസ്സിലായി വരുന്നുണ്ടോ? ഈ 2026 ജനുവരി 1 നിന്റെ വീടിന്റെ ക്ലൈമറ്റ് ചേഞ്ച് ആവുക. നിനക്ക് എന്തൊക്കെയോ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ശത്രു നിന്ന് വാദിക്കുക. പക്ഷെ ദൈവം പറയാ, ഞാൻ മഴ പെയ്യിക്കും, നിന്റെ വീട്ടിൽ പെയ്യിക്കും, നിന്റെ കണ്ടത്തിൽ പെയ്യിക്കും, നിന്റെ ഹല്ലേലൂയ. ഞാൻ ആമോസിന്റെ വാക്ക് കടമെടുത്താ പറയുന്നേ. നിന്റെ പട്ടണത്തിൽ ഞാൻ പെയ്യിക്കും, നിന്റെ കണ്ടത്തിൽ ഞാൻ പെയ്യിക്കും, നിന്റെ വീട്ടിൽ ഞാൻ പെയ്യിക്കും, നിന്റെ സന്തതി ഇരിക്കുന്നിടത്ത് ഞാൻ പെയ്യിക്കും. ക്ലൈമറ്റ് ഈ ഞാൻ താമസിക്കുന്ന കോട്ടയത്താ. എന്നോ ചൂടാന്നറിയോ? ചൂടെന്ന് പറഞ്ഞാൽ ചൂടോടെ ചൂട്. ഗ്ലോറി. എന്നാ നിങ്ങൾക്കറിയോ, ഞാൻ താമസിക്കുന്നിടത്തുനിന്ന്
84 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലമുണ്ട്, വാഗമൺ എന്നാ പേര്. ലോഡ്, ഈ കൊടും ചൂടത്ത് നമ്മൾ പോകുന്ന വണ്ടിയിലെ AC, ലോഡ്, ഏറ്റവും ഹൈക്കൂളിലിട്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 80 കിലോമീറ്റർ ദൂരെയുള്ള വാഗമണിലോട്ട് പോകാൻ ഒരു 45 കിലോമീറ്ററിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ 18 ലിറ്റർ AC 19 ഓരോ കിലോമീറ്ററും 2 കിലോമീറ്ററും ചെല്ലുമ്പോൾ 20, 24, 25. കാരണം എന്താ? വേറൊരു ക്ലൈമറ്റിലോട്ട് കയറുക. അവിടെ ചെന്ന മൊത്തം മഞ്ഞ്, വണ്ടികൾ ലൈറ്റ് ഇട്ടുകൊണ്ട് വരുന്നു. അതേ കേരളത്തിൽ തന്നെ 80 കിലോമീറ്റർ ദൂരെ തീ കത്തുക. ഓ ജീസസ്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാനാ പറയുന്നേ. ഈ ദിവസങ്ങളിൽ നിന്റെ ആത്മിക അന്തരീക്ഷത്തിൽ ചില ഭാവവ്യത്യാസം. ഓ യേശുവിന്റെ നാമത്തില് ദൂത് ശ്രദ്ധിച്ചിരിക്കണം. തമ്മിൽ സംസാരിച്ചിരിക്കരുത്. ദൈവാത്മാവ് നിന്നോട് ദൂത് പറയുക. പരിശുദ്ധൻ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. സ്തോത്രം. എത്ര പേര് ഈ 2026 കൊതിക്കുന്നുണ്ട്? എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം മാറണം. എത്ര പേർക്ക് കൊതിയുണ്ട്? വെണ്ടുകീറിയ ഉണങ്ങിയ പ്രതലത്തിനകത്ത് തന്നെ നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഓ നന്ദി കർത്താവേ. ഓ ഹല്ലേലൂയ. ഒരു കാലത്ത് കേരളത്തിൽ മഴയില്ലാത്ത സമയം ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ ഈ സഭയിൽ ചെല്ലുമ്പോഴേ AC ഒന്നും അല്ലെന്ന്, ഹോളൊന്നും. ഈ സ്തോത്രം, പ്രവാചകന്മാരെടുക്കെ പ്രായമുള്ളവർ ഒന്നിച്ചും ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ മഴ എപ്പോ പെയ്യുമെന്ന്? ഒരു മഴ പെയ്തായിരുന്നേ, മഴ പെയ്യാൻ ഉപവാസം ഇരുന്നിട്ടുണ്ട് സഭകൾ. ഗ്ലോറി. എന്നാൽ കുറച്ചുനാൾ മുമ്പ് മഴ കൂടിയിട്ട്, ഗ്ലോറി, സ്തോത്രം, ദേശം മുഴുവൻ വെള്ളപ്പൊക്കം. അവിടെ മിണ്ടുന്നില്ല. ദേശം മുഴുവൻ എന്തുവാ? ഈ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുന്നല്ല. ആരും മിണ്ടുന്നില്ലല്ലോ. ഞങ്ങളുടെ എവിടെയൊക്കെയാണ് സ്തോത്രം, നമ്മുടെ ഇവിടെ നമ്മൾ ക്രിസ്ത്യാനിയാണേ, ഒരു ഹിന്ദുവിന്റെ വീട് കാണാൻ നമുക്ക് പോരാട്ടാ. ഇതൊക്കെ പൊട്ടുന്ന വെള്ളപ്പൊക്കം വരുമ്പോഴാ. മുസൽമാനെ കാണുമ്പോൾ അയ്യോ അവൻ വേറെ ജാതിയാ. ഇതൊക്കെ പൊട്ടുന്നത് വെള്ളപ്പൊക്കം വരുമ്പോഴാ. അവിടെ മിണ്ടുന്നില്ല. വലിയ വെള്ളപ്പൊക്കത്തിന് ഞങ്ങൾ വള്ളത്തേലി ഭക്ഷണ സാധനവും കൊണ്ട് പോവുക. വെള്ളം കൂടിയ ഭയങ്കര കുഴപ്പാ. തമ്പുരാനി നിന്നെ ഇവിടെ സ്തുതിച്ചിരുത്തിയേക്കുന്നത് വേണ്ട, ശംഖുമുഖത്ത് പഞ്ചസാര മണല് കൊണ്ട് അതിരി കെട്ടിയേക്കുന്നോണ്ടാ. തുറന്നു വിട്ടാ നിന്റെ വീടിന്റെ ഇടപാട് തീരും. വല്ലോ മനസ്സിലായി വരുന്നുണ്ടോ? ഇരമ്യാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാ, സമുദ്രത്തിന് മണല് കൊണ്ട് അതിരി കെട്ടിയവൻ ആരാ? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വള്ളത്തെ പോവാ. ഞാനാന്നേ ഗ്രാമപ്രദേശത്ത് ജനിച്ച് വളർന്നാണ്. എനിക്ക് വള്ളത്തെ കയറാൻ അറിയത്തില്ല. കാറെ കയറുന്ന പോലെ അല്ല വള്ളത്തെ കയറുന്നത്. ഒരിക്കൽ ഞാൻ കാറെ കയറുന്ന പോലെ വള്ളത്തെ കയറി, വള്ളവും മറിഞ്ഞു, ഞാനും പോയി വെള്ളത്തിൽ. എന്നെ ശ്രദ്ധിക്കണം. വള്ളത്തെ കയറുന്ന ഒരു ബാലൻസ് ഇല്ലാത്തവൻ കയറിയാൽ നമ്മളെ കൂടെ മറിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഞങ്ങൾ വള്ളത്തെ പോവുക. വലിയ ടിപ്പർ ലോറിയല് ആഹാര സാധനം എല്ലാം കൊണ്ട് ഇങ്ങനെ വള്ളത്തെ പോവുക. അപ്പൊ ഈ സഹോദരന്മാർ പോകുമ്പോൾ പറയാ, പേടിക്കണ്ട, റോഡേ കൂടാ പോകുന്നേ. എന്തുവാ? ചെന്നപ്പോ ഒരു വണ്ടി 3 നില വീടിന്റെ മേളിൽ നച്ചാൻ ചോദിക്കുക, ബന്നുണ്ടോന്ന്. താഴെ ബെൻസ് വെള്ളത്തിൽ കിടക്കുക. പിടികിട്ടിയോ? 2 നില, 3-ാമത്തെ നില കയറുന്ന ബന്നുണ്ടോന്ന്. അയ്യോ, ഞങ്ങൾ ഇങ്ങോട്ട് ബന്ന് എറിഞ്ഞു കൊടുത്തു. ഏത്തപ്പഴം എറിഞ്ഞു കൊടുത്തു. അച്ഛൻ നിന്ന് വാങ്ങിക്കുക. അച്ഛൻ കഴിഞ്ഞ ആഴ്ച ബന്ന് പിള്ളേർ ക്രിക്കറ്റ് ബോൾ തട്ടുന്ന പോലെ തട്ടിയതാ. ഇപ്പൊ മേളിൽ ഒരൊറ്റ വെള്ളം വന്നാ മതി. കുറച്ചു ദൂരം പോയപ്പോഴേ ഈ റബ്ബറല മേപ്പോട്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, റോഡാണോ? അല്ല, റബ്ബറും തോട്ടത്തിൽ കൂടാ പോന്നേ. പിടികിട്ടിയോ? എന്ന് പറഞ്ഞാൽ റബ്ബറും തോട്ടത്തിന്റെ മേളിലാ വെള്ളം. പിടികിട്ടിയോ? സ്വത്രം. അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ ഈ വെള്ളപ്പൊക്കമുള്ള സ്ഥലത്ത് ഇരിക്കുക. ഞാൻ പുള്ളിയെ വിളിച്ചു, ബ്രദറെ എവിടാ? സ്വത്രം. ബീരാണിക്കാരുടെ വീട്ടിൽ കപ്പ കഴിക്കുക. ആരുടെ വീട്ടിലാ? ബീരാണിക്കാരുടെ വീട്ടിൽ വെള്ളം കയറത്തില്ല, അതിന് മുകളില. ഞാനും ഉണ്ട്, ചിന്നമ്മ ഉണ്ട്, ഞങ്ങളുടെ അപ്പുറത്തെ നാണും ഉണ്ട്. വേണ്ട, മിണ്ടുന്നില്ല.
ഇന്നലെ വരെ ബീരാണിക്കായ കാണുമ്പോൾ വലിയ പാടായിരുന്നു. ഇപ്പം ബീരാണിക്കാടെ വീട്ടിൽ കപ്പ കഴിക്കുക. നിങ്ങൾ തന്നെ അപ്പൊ ഇടക്കിടയ്ക്ക് വെള്ളം പൊങ്ങുന്നതും നിന്റെ അകത്ത് കിടക്കുന്ന അതെല്ലാം അങ്ങ് പൊട്ടുമല്ലോ. വേണ്ട, മിണ്ടുന്നില്ല. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്ക്. മതങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യനെ മനുഷ്യനായി കാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരൊറ്റ ദൈവം. സ്തോത്രം പറയാൻ പറ്റുന്നവരൊക്കെ പറയണം. അപ്പൊ ഈ മഴ വരുമ്പോൾ അന്തരീക്ഷം മാറും. ഒരു നല്ല ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് നീ കർത്താവിനെ കണ്ട നാള് മുതൽ ഇന്ന് വരെ നിന്റെ കുടുംബത്തിൽ മാറാത്ത അന്തരീക്ഷം ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൽ മാറാൻ പോവാ? എന്തോ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, എന്തോ തിരിച്ചറിവുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. അമ്മ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച്, കർത്താവേ എന്തോ ഒരു കാര്യം നടക്കാൻ പോവുക. 1-2 മിനിറ്റുകൾ പറഞ്ഞ്, കർത്താവേ യേശുവിന്റെ നാമത്തില് ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറഞ്ഞ് മന്ത്രവാദി ലജ്ജിക്കാൻ പോവുക. നിന്നെ ഒതുക്കിയവൻ ലജ്ജിക്കാൻ പോവുക. അവൻ നോക്കി നിൽക്കുക. അന്തരീക്ഷം ദൈവം ചേഞ്ച് ചെയ്യുക. അമ്മ നിന്റെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ വർഷം ഒത്തിരി പ്രതീക്ഷിക്കേണ്ട വർഷമാ. യേശുവിന്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, എനിക്ക് ഈ വർഷം വലിയ പ്രതീക്ഷയുണ്ടെന്ന് പറ. ഹല്ലേലൂയ. പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മഴയുടെ ഒരുക്കങ്ങൾ പറയാം. മഴയുടെ ഒരുക്കം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുക്കം പറയാം. ഉച്ചയ്ക്ക് 3 മണിയായപ്പം കാർമേഘം ഉരുണ്ടുകൂടി ഒരു കൊല്ലിയാൻ. ഉടനെ മൂത്ത മോൻ വെളിയിൽ പോകാൻ റെഡിയായി നിൽക്കുക. അവനോട് പറയാടാ കൊട എടുത്തോണ്ട് പോണം. എന്തുവാ? എന്തിനാ? മഴ നനഞ്ഞ് പനി പിടിക്കാതിരിക്കാനാ? എന്തുവാ? ഇടയ്ക്കൊക്കെ ഒന്ന് നനയുന്നത് നല്ലതാ. നിന്റെ ഉണക്കലൊക്കെ ഒന്ന് മാറി നിന്നെ ഒന്ന് നനയ്ക്കാനാ ഈ പ്രാർത്ഥന. വേണ്ട, സ്തോത്രം. അപ്പൊ പനി പിടിക്കരുതെന്നുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല? മഴ ഒരുത്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പറയുക, അമ്മേ നിങ്ങളോടുള്ള താമസം മതി, ഞാൻ പോയി ആറ്റിച്ചാടി ചാകാൻ പോവുക. മഴയെ തിറങ്ങി നീന്നപ്പം ആ അമ്മ കുട കൊടുക്കുകയല്ല. എടാ ചാകാൻ പോയില്ല എന്നാ കുട പിടിച്ചു പോകാൻ പറയത്തില്ല. ചാകാൻ പോകുന്നതിന് എന്താ ആവശ്യമില്ല. എന്നാ പനി വരരുതെന്ന് ചിന്തിക്കുന്ന എന്താ വേണം? ഇതിനകത്ത് ഒരു ആത്മീകത എന്ന് പറയാം. കൊട പിടിച്ചോണ്ട് ആരേലും ഇവിടെ ഇരിപ്പുണ്ടേ? ഇന്ന് ആ കൊട മടക്കിയ ചിരുന്നാൽ നീ ചൊവ്വേ നനയും. ഹല്ലേലൂയ. ഈ വർഷം എനിക്ക് തന്ന എന്റെ പ്രാർത്ഥനാ മുറി ദൈവം തന്ന ദൂത്, ഈ ദിവസങ്ങളിൽ ചിലത് പെയ്യും, ചിലത് കുതിരും. നിന്റെ അകത്തുനിന്ന് ഈ മഴയ്ക്ക് ദൈവം പേരിടുക അനുഗ്രഹകരം. യേശുവിന്റെ നാമത്തില് എഴുതിയിട്ടോ. നിന്നെ ചിലരുടെ മുമ്പിൽ ഒരു അനുഗ്രഹമാക്കി വെക്കും. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 68 സങ്കീർത്തനത്തിന്റെ 9 വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അത് ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ്. വളരെ നല്ല ഒരു സങ്കീർത്തനമാണ്. അത് വായിക്കുമ്പോൾ ദൂതിന്റെ റൂട്ടൊക്കെ തിരിയും. ദൈവമേ നീ ധാരാളം മഴ പെയ്ച്ചു. ദൈവമേ നീ ധാരാളം മഴ പെയ്ച്ചു. ധാരാളം മഴ പെയ്ച്ചു. ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ നിന്റെ അവകാശത്തെ എന്തോ ചെയ്തു? നീ തണുപ്പിച്ചു. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, നിന്റെ ലൈഫിൽ ആ ക്ഷീണാവസ്ഥയൊക്കെ ഒന്ന് മാറാൻ പോവുക. ഈ ദിവസങ്ങളിൽ ക്ഷീണിച്ചിരിക്കുന്ന അവകാശങ്ങളെ എന്റെ ദൈവം ഒന്ന് കുളിർമയുള്ളതാക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ലൊരാമയും പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ഞാൻ ഇച്ചിരി പെട്ടെന്ന് പോയി, എന്നാലേ ഈ ദൂതിന്റെ പൂർത്തീകരണത്തിൽ എത്താൻ പറ്റും. അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തിട്ട് പറ, ഉറപ്പായി ഒരു മഴ വരുന്നുണ്ട്. ലോർഡ്, ദൈവം അടച്ചത് ദൈവമായിട്ട് തുറക്കാൻ പോവുക ഈ ദിവസങ്ങളിൽ. അവിടെ ഒരു ദൂത് പറയണ്ട്. ഏലിയാ പറയാ, വലിയ മഴയുടെ മുഴക്കമുണ്ട്. എന്നിട്ട് വീട്ടിൽ പോയി തുറങ്ങല. കേട്ട മുഴക്കം മഴയായി വെളിപ്പെടാൻ താൻ മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കുക.
ഈ ദിവസങ്ങളിൽ നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ പിശാച് നടക്കുന്ന റൂട്ടുകൾ ബ്ലോക്ക് ആകാൻ പോവാ. നിന്റെ കുടുംബത്തിലേക്ക് വരുന്ന അന്ധകാര ശക്തികളെ ദൈവം ബ്ലോക്ക് ചെയ്യാൻ പോവാ. എന്നിട്ട് പറ, ഒരു മഴ നിന്റെ സന്തതി ഒന്ന് കുതിരാൻ പോവാ. യേശുവിൻ ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഓ, ചിലരുടെ തലയുടെ മുകളിൽ ഒരു മഴയുടെ ഒരുക്കം. ഹോളി സ്പിരിറ്റ് നിന്റെ കുടുംബത്തിലെ ആത്മിക മന്ദത പൊട്ടുന്നു. നിന്റെ അകത്ത് ദൈവകൃപയിൽ നിൽക്കാൻ കഴിയാതെ നിന്നെ വലിച്ചോണ്ട് പോകുന്ന സകല സ്പിരിറ്റുകളും ബ്രേക്ക് ആകുന്നു. ഒരു പ്രാർത്ഥനയിൽ മാറി അടുത്ത പ്രാർത്ഥനയ്ക്ക് മുമ്പ് വെളിപ്പെടുന്ന അന്ധകാര ശക്തികൾക്ക് അടുക്കാൻ വയ്യാത്തൊരു മഴ. ഓ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഓ, യേശുവിന്റെ നാമത്തില് ഞാൻ ദൂതിലോട്ട് വരട്ടെ. ഇപ്പം നമ്മൾ ആരാധിച്ചു പോയാൽ ഇത് എങ്ങും എത്തത്തില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചേ, ഒരു മഴ ഉടനെ പെയ്യും. ഒന്നാമത്തെ ദൂത്, നിന്നെ ഒരു അനുഗ്രഹമാക്കി ദൈവം വെക്കും. അത് അടുത്തിരിക്കുന്ന ആളെ അമ്മ ഒന്ന് കൈ കൊടുത്ത് പ്രവചിച്ചേ, നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി വെക്കും. പറഞ്ഞേ ഹബി, അടുത്തിരിക്കുന്ന ആളെ നോക്കി പ്രവചിക്കും, നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി വെക്കും. എന്നിട്ട് ഇനി എന്നെ നോക്കി നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് എന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി വെക്കും. ഉള്ളി പൊളിക്കുന്നതിനിടെ ഇത് കേട്ടാൽ പറ്റത്തില്ല. മനസ്സിലായവർ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കരുത്. സുഖം കാണും, പക്ഷെ വിടുതലാകത്തില്ല. അതുകൊണ്ട് നേരിട്ട് വന്നോണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക, നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി വെക്കും. നാട്ടുകാർ പറഞ്ഞില്ലേ നീ ശപിക്കപ്പെട്ടതാന്ന്, അല്ല, അത് തിരുത്താൻ പോവാ. ഓ, നീ തകർന്നതാന്ന് പറഞ്ഞില്ലയോ, ഇല്ല, നിന്നെ ദൈവം ദേശത്ത് ചിലതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പോവാ. നിന്നെ നിന്നിച്ച വീട്ടിൽ തന്നെ ഒരു അനുഗ്രഹമാക്കി വെക്കും. നീ നിമിത്തമാ വീടിന്. Glory to God. ഞാൻ ഇന്നലെ ഈ ദൂത് തൊട്ടപ്പോൾ ഞാൻ പറഞ്ഞു, യോസഫിനെ ദൈവം ഒരു അനുഗ്രഹമാക്കി വെച്ചു. അവൻ പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ യോസഫ് നിമിത്തം പൊത്തിഫറിന്റെ കൃഷിയും സകല സമ്പത്തും ബ്ലെസ്ഡ് ആയി. കാരണക്കാരൻ യോസഫ. ഒരാമീൻ പറഞ്ഞ ചില അനുഗ്രഹത്തിന് നീ കാരണക്കാരനാവും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഈ വർഷം 12 മാസം നിന്റെ അകത്ത് നിൽക്കണം. ജീസസ് ഈ വാക്യം വലിയ അക്ഷരത്തിൽ നമ്മുടെ കലണ്ടറിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ട് തൂക്കണമെന്ന് പറഞ്ഞ്. ഇനിയും ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ എന്നെ നോക്ക്, ദൂത് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അല്ലെ, ഞാൻ എൻ്റെ എല്ലാ മുറിയിലും തൂക്കിയിരിക്കുക. ഓഫീസിൽ ചെന്ന അവിടെ, വണ്ടിയെ കയറി എല്ലായിടത്തും അത് കിടക്കുക. മൊബൈൽ തുറന്ന അത് ഒരാമി വരുന്നില്ല. എൻ്റെ ഫോണ് തുറന്നാൽ ആ വാക്യം കിടക്കുന്നത്. അതെന്നാ അത് നടക്കാൻ പോവാ. എന്തോ ഒരു ഫീല് അത് നടക്കാൻ പോവാ. ഒന്ന് പറ, നിന്നെ ഒരു അനുഗ്രഹമാക്കി വെക്കാൻ പോവാന്ന് പറ. ഇനി ആ രണ്ടാമത്തെ ദൂത, അങ്ങനെയുള്ളവന്റെ മേൽ ഒരു മഴ പെയ്യും. ഈ മഴ പെയ്താലുള്ള 14 ഗുണമുണ്ട്. അതിനകത്ത് 2 ഗുണം പറയാം. എന്നിട്ട് ഈ മഴയ്ക്ക് ബൈബിൾ ഇട്ട പേരാ അനുഗ്രഹകരമായ മഴ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എന്താ മഴയാണ്? ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ ഇതിന് ആത്മീക ദൂതുമായിട്ട് എങ്ങനെയാ ബന്ധം? വീട്ടിൽ ചെന്ന് വായിക്കണം. വാക്യം വായിക്കാൻ നേരമില്ല, കാര്യം അവിടെ പോയാൽ അത് വേറെ വഴിക്ക് പോകും. ആവർത്തന പുസ്തകം 32 വായിക്കുമ്പോൾ എൻ്റെ വചനം മഴ പോലെ പെയ്യും. എൻ്റെ വചനം എങ്ങനെ? മഴ പോലെ പെയ്യും. സ്തോത്രം. യെശയ്യാവിൽ എഴുതിയിട്ടുണ്ട്. ആ വാക്യം മാത്രം നമ്മളത് വായിക്കും. കർത്താവിന്റെ സ്തോത്രം. അത് വായിക്കേണ്ട വാക്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. 55-ാം അധ്യായം 10-ാമത്തെ വചനം. കർത്താവിന് സ്തോത്രം. 55-ാം അധ്യായം 10-ാമത്തെ വാക്യം. നമുക്ക് കാണാതറിയാവുന്ന വാക്യം കേട്ടോ. നിങ്ങൾ എടുക്കാൻ വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. 1 മിനിറ്റ് നിർത്തിയാ വായിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് 55. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ ഫലവത്താക്കി വിളയിക്കും. ഇനി വായിക്കല് ഞാൻ പറയാം. ഭൂമിയെ നനച്ച് എന്താ? പാഴാക്കിയ
ശൂന്യമാക്കിയ, ഒന്നുമില്ലാതാക്കിയ, മരുഭൂമിയാക്കിയ ആ ഭൂമിയെ നനച്ച് ഫലവത്തായി വിളയിക്കും. ആ ചിത്രം പറഞ്ഞ പ്രവാചകൻ അടുത്ത് പറഞ്ഞ കേട്ടോ അമ്മി, വായിച്ചേ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ള നിവർത്തിക്ക്. നിന്റെ ഹൃദയം എന്ന നിലത്തിനകത്ത് ഒരു മഞ്ഞ് പോലെ വചനം വിതറാൻ പോവുക. എന്നിട്ട് ഭൂമിയെ വിളയിക്കുന്ന പോലെ ആ വചനം നിന്റെ അകത്ത് വിളയിക്കാൻ പോവുക. നിങ്ങൾക്കറിയോ, ഈ നമ്മുടെയൊക്കെ അകത്ത് ധാരാളം വിത്ത് കിടപ്പുണ്ട്. എന്താ കിടപ്പുണ്ട്? വിത്ത് എന്ന് പറഞ്ഞാലേ, ഈ ചില സമയത്ത് നമുക്കൊന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലേലും ഇന്നിവിടെ കേട്ടേച്ചു പോയി, എന്തുവാ പറഞ്ഞ് ഓർക്കുന്നില്ല. പക്ഷെ നാളെ ഇങ്ങനെ കിടന്നുറങ്ങി ഒരു വാക്യം കിട്ടിയപ്പോൾ അമ്മി യൂട്യൂബിലൊരു വാക്യം കണ്ടു, അല്ലെങ്കിൽ വാട്സാപ്പിലൊരു വാക്യം വന്നു. അത് വായിച്ചപ്പം ഇന്ന് പറഞ്ഞ വാക്ക് അറിയാതെ ഓർമ്മ വന്നു. ഈ ബൈബിൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വായിക്കണം എന്ന് പറഞ്ഞ് എന്തിനാണെന്നറിയോ? ഞങ്ങൾ മെസ്സേജ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു വചനം വരുമ്പം ലോഡ് പണ്ട് കേട്ടത് സണ്ണി പാഷ് പറഞ്ഞതായിരിക്കാം, അനിൽ പാഷ് പറഞ്ഞതായിരിക്കാം, വൈശാഖ് പറഞ്ഞതായിരിക്കാം, വിജയഞ്ജൽ പറഞ്ഞതായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു പ്രസംഗൻ, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. നമ്മുടെ ഇവിടെ തന്നെ എന്തോ ഒരു ആൾക്കാരുണ്ട്, ഞാൻ എന്തോ ഒരു ആൾക്കാർ അവർ പറഞ്ഞതായിരിക്കാം. ആ വചനം പെട്ടെന്ന് നമ്മുടെ അകത്തോട്ട് ഓർമ്മ വരും. അത് എവിടാന്നൊന്നും അറിയത്തില്ല, എവിടാന്ന് കണ്ടുപിടിക്കാനാണ് ഈ ബൈബിളിൽ സെർച്ച് ചെയ്യുന്നത്, ഇത് എവിടാ കിടക്കുന്നതാണ്. അല്ലാതെ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാതെ പെട്ടെന്ന് ഓർമ്മയിൽ ഈ വചനം വരും. അതുകൊണ്ടാണ് ഇത് സ്ഥിരമായി വായിച്ചാൽ നിന്റെ മെമ്മറിയിൽ ഇങ്ങനെ കിടക്കും. ചില അനുഭവങ്ങളൊക്കെ കൊല്ലങ്ങൾ കഴിഞ്ഞാലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് എഴുന്നേറ്റ് വരും. അതൊക്കെയാ ചില അനുഭവങ്ങൾ അതുകൊണ്ട് പങ്കുവെക്കുന്നേ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇത് ഒത്തിരി വിത്തുള്ളൊരു നിലവാ. ഇതെന്തുവാ? ഒത്തിരി പണ്ടാന്ന് ഒരു കള്ളുകൂടിയൻ, ഞാനന്ന് ഒരിടത്ത് നിന്ന് 3 ദിവസത്തെ യോഗത്തിന്, തിരുവനന്തപുരത്താണ് കേട്ടോ, 3 ദിവസത്തെ യോഗത്തിന് പ്രസംഗിക്കാൻ വന്നേക്കുക. സ്തോത്രം. ഞാനന്ന് സ്തോത്രം ഈ മുടിയനായ പുത്രൻ തിരിച്ചു വന്ന കാര്യമായി 3 ദിവസം പ്രസംഗിക്കുന്നത്. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ, 2 ഇറങ്ങിപ്പോയത് നശിച്ച മകൻ, 3-ാം ദിവസം സ്തോത്രം അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മോനെ കൈക്കൊള്ളുന്ന അപ്പനും ഇതാ പ്രസംഗം. 1-ാം ദിവസം ഞാൻ പ്രസംഗം തുടങ്ങി. അപ്പം ഒരു വീടിൻ്റെ മുമ്പിൽ ആ ഗ്രൗണ്ട്, ഒരു 10-700 പേര് ഗ്രൗണ്ടിലുണ്ട്. അവിടുത്തെ അച്ഛൻ എന്നെ വെള്ളം അടിച്ചു, ആ വീടിന് അച്ഛൻ പുള്ളിയാ ഗ്രൗണ്ട് കൊടുത്ത്, സൗണ്ട് പുള്ളിയാ സ്പോൺസർ ചെയ്തേക്കുന്നത്. പക്ഷെ പുള്ളി അവിടെ സിറ്റ് ഔട്ട് ഇരുന്ന് പറയുക, ഇതെന്തോ പ്രസംഗമാ, ഇങ്ങനെയാന്ന് പ്രസംഗിക്കുന്നത്, എനിക്ക് ഭയങ്കര പിന്നെ ചില്ലക്ഷരം ചേർത്ത് ഒരു 5-6. അപ്പം മരുമോള് വന്ന് പുറകെ കൂടെ വന്ന് വായിക്കുക, അവിടെ കയ്യെ കടിച്ച് അവളിങ്ങനെ പ്രസംഗത്തിനിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. 2-ാം ദിവസം ഞാൻ സംഘാടകരോട് പറഞ്ഞു, ബ്രദറെ, അച്ചാനെ മാറ്റാൻ വല്ല രക്ഷയുണ്ടോ? അച്ചാൻ്റെ പറമ്പിൽ നിന്ന്, അച്ചാൻ്റെ വീട്ടിൽ നിന്ന് അച്ചാനെ എങ്ങനെ മാറ്റും? ഞാൻ പറഞ്ഞു, സഹിക്കുക, അല്ല എന്തോ ചെയ്യും. 2-ാം ദിവസം പുള്ളി ഇരുന്നപ്പം ആമീനൊക്കെ തുടങ്ങി. പക്ഷെ ഒരു പകുതി ആയപ്പോൾ പറഞ്ഞു, ആഹാ, ഗ്രൗണ്ട് വന്ന ഞാനിപ്പം അബദ്ധക്കാരനായോ? പിന്നെ കുറച്ച് ഒരു 15 മിനിറ്റ് ഷോ. അന്നേരം പാട്ടുകാരും മിടുക്കൽ, അവർ അടിപൊളി ഒരു പാട്ടങ്ങ് പാടി. അപ്പൊ പുള്ളിയുടെ ഷോ കഴിഞ്ഞപ്പോൾ 3-ാം ദിവസം ഞാൻ തീരുമാനിച്ചു, ഈ കുടിയനെ കാണണം. നമ്മൾ ഇത്രയും വന്ന് പ്രസംഗിച്ചിട്ട് ഈ കുടിയനോടും മിണ്ടിയില്ലെങ്കിൽ. അപ്പൊ ഞാൻ സംഘാടകരോട് പറഞ്ഞു, 4 മണിയാകുമ്പോൾ ഞാൻ കുടിയൻ്റെ വീട്ടിൽ വരും, പറയരുത് വരുവാന്ന്. അപ്പം ഞാൻ 4 മണിയായപ്പം അപ്പം പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റേ പുള്ളി തല്ലുവോ ഇല്ല? ഞാൻ പറഞ്ഞു, ഞാൻ ആകെ കൊണ്ടോളാം, ആകെ 53 കിലോ ഉള്ള പുള്ളി, എനിക്കന്ന് 110 കിലോ ഉണ്ട്. പിന്നെ 53 കിലോ ഉള്ളവനെ ഞാൻ തല്ലിയ എന്നാ നല്ലാനാ? അതൊന്നുമല്ല, തല്ലിനൊക്കെ ബൂക്കുണ്ട്. ഞാൻ നേരെ ചെന്ന് കയറി. ഞാൻ ചോദിച്ചു, അച്ഛാ അല്ലേ ഗ്രൗണ്ട് കൊടുത്തേ? അതെ. 1 ലക്ഷം രൂപ ഞാൻ യോഗത്തിന് കൊടുത്തേ.
അച്ഛൻ പിന്നെ എന്നെ ചീത്ത വിളിക്കുന്നേ? പാസ്റ്റർ, ഞാൻ മുടിയനായ പുത്രൻ എന്നല്ലേ പ്രസംഗിച്ചേ? അന്നേരം ഇവന് ചീത്ത വിളിച്ചെന്റെ പിമ്പിലെ രഹസ്യം എനിക്ക് മനസ്സിലായേ. ഇവൻ ഇത് കയറി കൊണ്ടു. ഇവന് 2 ദിവസത്തെ പ്രസംഗം ആടിച്ച് വീലൂതി നിന്നവൻ എന്നോട് ഇങ്ങോട്ട് പറയുക. ഞാൻ പറഞ്ഞു, അച്ഛൻ മുടിയനായ പുത്രൻ ഞാൻ പറഞ്ഞില്ല, പക്ഷെ സ്വഭാവം ഇതാന്നേ അച്ഛനും അതാ. അച്ഛൻ അതല്ലെന്ന് ഞാൻ വിശ്വസിക്കുക. അച്ഛൻ കൂടി നിർത്തണം. എന്നോട് പറയാം, അങ്ങനെ പറ. ഒന്നുമില്ലാപ്പെടുത്തി എന്നോട് പറഞ്ഞാൽ ഇന്നും ഞാൻ ചീത്ത വിളിക്കും. ഞാൻ പറഞ്ഞു, അച്ഛൻ നല്ല മുണ്ട് ഉടുപ്പ് എടുത്ത് ഇന്ന് സ്റ്റേജേ വന്നിരിക്കണം. ഞാൻ പറഞ്ഞു, അച്ഛൻ വന്നിരി. തിണ്ണേലിരുന്നവന്റെ ഷോ ഇതാന്ന് സ്റ്റേജേ ഇരുത്തിയാലോ? എന്നോട് പാസ്റ്റർ എന്നെ ഇങ്ങനെ കുത്തുവാ, സ്റ്റേജേ വിളിക്കല്ലേന്നാ. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. സ്വത്രം. പ്രസംഗത്തിനിടയ്ക്ക് എന്ന് പറയും, അച്ഛൻ നല്ല മനുഷ്യനാ. അപ്പൊ പുള്ളി എഴുന്നേറ്റ് ഒന്ന് കൈ തരും. 3-ാം ദിവസം കൃപയാൽ ഒന്നും കുഴപ്പമുണ്ടാക്കിയില്ല. യോഗം നിർത്താൻ നേരത്തെ പറഞ്ഞു, നീ കൊണപ്പെട്ടില്ലേ നരകത്തിൽ പോവും. പിന്നെ വിളിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ, ആ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ആ കുടിയനച്ചായൻ രക്ഷിക്കപ്പെട്ടു. ഒരു കുടിയന്റെ അകത്ത് ഇത്രയും വചനത്തിന് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട നിന്റെ അകത്ത് എന്തുമാത്രം വിത്ത്! മനസ്സിലായി വരുന്നുണ്ടോ? ജീസസ്, നീ ഒന്നും നിരാശപ്പെടണ്ട. ഞാൻ ഇന്നലെ സഭയോടൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോഴും സമയം തീരാൻ പോയി. നിങ്ങൾ നോക്കിയേ, ഇച്ചിരി ശുശ്രൂഷ ചെയ്യണം. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരുടെയും തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. തിരക്കൊന്നും ഉണ്ടാക്കാതിരുന്നേച്ചാൽ മതി. ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. നിങ്ങൾ നോക്ക്, ഇന്ന് പുതുവർഷമാണ്. നിന്നെ അനുഗ്രഹിച്ചേ പോകത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല ചൂട് സമയത്ത് നമ്മുടെ വീടിൻ്റെ മിറ്റമൊക്കെ ഈ സ്റ്റേജ് പോലെ കിടക്കും. എന്നും പറഞ്ഞ് അവധി വിത്തില്ലെന്നല്ല, വിത്തുണ്ട്, പക്ഷേ മറഞ്ഞു കിടക്കുക. അത് വെളിപ്പെടാൻ 21 ഇരിക്കണ്ട, ഒരു മഴ പെയ്താൽ മതി. ഒരു ചോദ്യം, മഴ പെയ്ത് കഴിഞ്ഞ് 3 ദിവസം ഉപവസിക്കണോ ഇത് കിളിക്കാൻ? വേണ്ട. നീ ഒരു എഫേർട്ടും എടുക്കണ്ട. മഴ പെയ്യേണ്ട പോലെ പെയ്താൽ 3-ാം ദിവസം നിനക്ക് കാണാം പച്ച നാമ്പ് പൊങ്ങി വരും. ഈ 2026 നിന്റെ മേലൊരു മഴ പെയ്താൽ നിന്റെ അകത്ത് കിടക്കുന്ന വിത്ത്, ഈ മഴ പെയ്യുമ്പം എന്തുവാ സംഭവിക്കുന്നതെന്ന് പ്രസംഗിക്കാൻ പോവാ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ യോവേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാൻ. യോവേൽ പ്രവാചകന്റെ പുസ്തകം, സാഹചര്യം ഞാൻ പറയത്തില്ല, വാക്യം മാത്രമേ പറയത്തുള്ളൂ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യോവേൽ എഴുന്നേറ്റ് ജനത്തോട് പ്രവചിക്കുന്ന ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. നിങ്ങൾ എടുക്കാനാ വെയിറ്റ് ചെയ്യുന്നത്. 23-24 വാക്യങ്ങൾ. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച്. പ്രവാചകൻ പറയാ, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. എല്ലാവരോടും പറയാ, സന്തോഷിച്ചോ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അളന്നു തരാൻ പോവാ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. പദം മറക്കരുത്. മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. 2026 മുൻമഴയുടെയും പിന്മഴയുടെയും വർഷമാണ്. രക്തം ജയം. എന്നിട്ട് കേട്ടോ, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. എങ്ങനെ മുൻമഴയുടെയും പിന്മഴയുടെയും വർഷം നിന്റെ കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ നിന്റെ കളപ്പുര
ധാന്യം കൊണ്ട് നിറയും. ധാന്യം കൊണ്ട് നിറയും. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് ഓ, കവിയും. നിന്റെ ചക്കുകൾ, വീഞ്ഞും. നിന്റെ ദാരിദ്ര്യാവസ്ഥ പൊട്ടും. വല്ലോ മനസ്സിലായി വരുന്നുണ്ടോ? ഓ ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ ഒരു ആരാധനയുണ്ട് ഇവിടെ, മഴ പെയ്യാനായി പ്രാർത്ഥന. ഏലിയാവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാ മഴ പെയ്യാനായിട്ട്. സ്തോത്രം. ചിലര് ചോദിക്കും, ഏലിയാവ് പ്രാർത്ഥിച്ചോലെ നമുക്ക് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. യാക്കോബ് എഴുതി, ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ. ഒരിക്കൽ അവൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു, മഴ നിന്നു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അടുത്ത വാക്യം, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, എന്തോ ഒരു ഒരുക്കം നടക്കുക. ഒരുപക്ഷെ ജനുവരിയിലായിരിക്കാം, അല്ലെ ചിലർക്ക് ഫെബ്രുവരി ആയിരിക്കാം, ചിലർക്ക് മാർച്ച് ആയിരിക്കാം, ചിലർക്ക് ഞാൻ പ്രവചിക്കുക, നിന്റെ വീടിന്റെ അന്തരീക്ഷം, നിന്റെ സന്തതി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മഴയുടെ കൃപ 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 കൃപ. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് 4 മണി പോയാൽ തീരത്തിൽ ഈ ദൂത്. കാര്യം വേദപുസ്തകത്തിൽ കണക്ട് ചെയ്യുക. ഇനി ഞാൻ ദൂതിലോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. നിന്റെ കളപ്പുരകൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ആ ശൂന്യതയൊക്കെ മാറാൻ പോവാന്ന് പറ. ആ ദാരിദ്ര്യമൊക്കെ മാറാൻ പോവാ. ഒരു നിറവ്. നീ അത്ഭുതപ്പെടും, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയാൽ നമ്മുടെ ദൃഷ്ടിയിൽ. വചനം ദൈവം മാല പോലെ തരിക. ഈ പ്രവചിച്ചു പറയുക, നിന്റെ ദാരിദ്ര്യം, നിന്റെ പാണ്ഡികശാലയിലെ ശൂന്യതകള്, നിന്റെ ചക്കിലെ ശൂന്യതകള്. സിയോൻ മക്കളെ, ഘോഷിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. തക്ക അളവ്. കൃപ കൂടത്തുമില്ല, കുറയത്തുമില്ല. തക്ക അളവ്. ഒരാമീൻ പറയണം, ഒരാമീൻ പറയണം, ഒരാമീൻ പറയണം. ഒരിക്കൽ എനിക്ക് 55,000 രൂപ വേണം. എത്ര? എൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സിനകത്തിരുന്ന പൈസ എടുത്തു, എൻ്റെ ബാഗിനകത്തിരുന്ന പൈസ എടുത്തു, ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുവെച്ചിരുന്ന പൈസ എടുത്തു. നോക്കണേ, എല്ലാം കൂടെ എടുത്ത് എണ്ണിയപ്പോൾ കറക്റ്റ് 55,000. 56,000 ആയില്ല, 55,500 മതി. ഇത് കൈ പിടിച്ചോണ്ട് ഒരു ഒറ്റ കരച്ചിൽ ഞാൻ കരഞ്ഞു. അതിന്റെ കാരണം തക്കയളവ്. ഒരാമീ പറഞ്ഞു തുടങ്ങണം. 2026 നിന്റെ ദേശക്കാർക്ക് പോലും അത്ഭുതമാകത്തക്കവണ്ണം കൃപ 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 കൃപ. ചിലരുടെ അകത്ത് ഈ ദൂത് പ്രകാശിക്കട്ടെ. തക്കയളവ്. ഇനി മഴയുടെ പ്രാധാന്യത ഇവിടെ പറഞ്ഞ്, ഈ മഴയ്ക്ക് ബൈബിൾ ഇട്ട പേരാ അനുഗ്രഹകരമായ. ഒന്ന് പറഞ്ഞ പേരെന്തുവാ? ഈ വർഷം മുഴുവൻ പറയണം ബ്രദറെ, അനുഗ്രഹകരമായ മഴ. അനുഗ്രഹകരമായ മഴ. 3 പദമേ ഉള്ളൂ. 1, നിന്നെ ദേശത്ത് ഞാൻ ഒരു അനുഗ്രഹമാക്കി വെക്കും. 2, നിന്റെ മേൽ ഞാൻ ഒരു മഴ പെയ്യിക്കും. 3, അത് അനുഗ്രഹകരമായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറയുക. ഇങ്ങനെ മഴ പെയ്യുന്നതിന് ഇടയ്ക്ക് അനുഗ്രഹം വരുമെന്നല്ല. ഒരു വാക്യം വായിച്ചേച്ച് ബൈബിൾ അടയ്ക്കും. കാരണം ഇനി അങ്ങോട്ട് പ്രസംഗിക്കാൻ പോയാ അനുഗ്രഹകരമായ മഴയുടെ വിവരണമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കുടിച്ചിട്ട്. ഇനി വായിക്കരുത്. അപ്പൊ ഈ മഴ എന്തോ ചെയ്യുക? ഭൂമി കുടിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്നെ നോക്കി, നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ? ഈ മഴ പെയ്യുമ്പോൾ ഭൂമി എന്തോ ചെയ്യും? ഇപ്പം ഇങ്ങനെ മഴ പെയ്യാതിരിക്കുന്ന സമയത്ത് ഒരു മഴ പെയ്താലേ നമ്മുടെ ഇങ്ങനെ മുറ്റത്തൂടി ഇങ്ങനെ
ആ പെയ്യുന്ന മഴ മിനിറ്റുകൾ കൊണ്ട് കാണത്തില്ല. പിന്നെ ഒരു 4-5 ദിവസം പെയ്യുമ്പോൾ നമ്മളൊരു ചെറിയ കമ്പെടുത്ത് ഇച്ചിരി മണ്ണ് അങ്ങോട്ട് നീക്കിയാൽ ഇത് മേള് മാത്രമേ നനഞ്ഞിട്ടുള്ളൂ, അടി എന്ത് ചെയ്തിട്ടില്ല, ഉണക്കമണ്ണ. എന്നാ മഴ ഒരു 10-30 ദിവസം കൊണ്ട് നിന്നാലേ പിന്നെ നിങ്ങൾ തോണ്ടി നോക്കിയാൽ തോണ്ടുന്നട എല്ലാം വെള്ളം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചിലയിടത്തൊക്കെ വീട് വെക്കാനായിട്ട് മണ്ണെടുത്ത് താത്ത സ്ഥലത്ത് ഈ ഭൂമി കുടിച്ചിട്ട് ഭൂമിക്ക് ഉരുൾപൊട്ടൽ എന്തുവാ, വെള്ളത്തെ ഭൂമിക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുമ്പോഴാ ഉരുളുപൊട്ടും. ഇത് കുട്ടിച്ച് ചിലരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുടിച്ച് നിറഞ്ഞ്, ചിലപ്പോഴും ഇങ്ങനെ ഉണങ്ങാൻ സോഡ കുപ്പി പോലെ ഇരിക്കുക. ഇച്ചിരി നേരം ഉറങ്ങും, 9 കോട്ടുവാ വിടും, ഇടയ്ക്കൊരു പ്രൈസിലോട് പറയും, ഇടയ്ക്കൊന്ന് കൈ കൊടുക്കും. ഓ എങ്ങനെയാലും ഇങ്ങനെ എപ്പം നിർത്താനാ, നല്ല വൈകിട്ട് ചൊവ്വ ഉറങ്ങിയില്ല, എന്നാ AC ഉണ്ടെന്നാ അവനെ ചാരി ഇരുന്നെന്ന് ശ്രദ്ധിക്കണം. ഇന്നെന്തുവാ പറഞ്ഞേ, ഭയങ്കര ദൂതൻ. അത് എന്തുവായിരുന്നു, ഭയങ്കര സംഭവം, ഭയങ്കര ആളായിരുന്നു, ഭയങ്കര കയ്യടിയായിരുന്നു, പാട്ട് ഭയങ്കരമായിരുന്നു. ഏതാ പാടിയേ, ആ സിയോങ്കിത വരില്ല. എന്തുവാ പ്രസംഗിച്ചേ, ബൈബിളില്ല. കാര്യം ഈ പുള്ളിക്ക് എടാ കുടിയം വരെ പറയാ, എന്നെ അല്ലയോ പറഞ്ഞു ജ്ഞാനപ്പെട്ടെന്ന് പറയുന്നത്, നിന്റെ അകത്ത് ആ ജീവൻ പോലും ഇല്ലിപ്പ. സ്തോത്രം സ്തോത്രം. ചില കുടിയന്മാരോട് നമ്മൾ സൂര്യനും വരുമ്പോ അവര് പറയാം, എന്നെ മുക്കാനല്ലയോ. സ്തോത്രം. ഞാനൊരു കുടിയനോട് എന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ റോമർ 6 യേശുവിനോട് ചേരാൻ സ്നാനേക്കുന്ന കാര്യമില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടിയോ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. പലപ്പോഴും പെയ്ത മഴ ഭൂമി കുടിച്ചിട്ട്, ഈ ചിലതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആരാധനയ്ക്കൊക്കെ വന്നിരുന്നാൽ, ഓ ദൈവത്തിന് സ്തോത്രം. പത്രോസ് പറയുക, രക്ഷയ്ക്കായി വളരാൻ വചനമെന്ന മായമില്ലാത്ത പാല് വലിച്ചു കുടിച്ചോളും. ഈ പിള്ളേരാകുമ്പോൾ ചില പിള്ളേർക്ക് പാല് വേണം, ചില പിള്ളേർക്ക് പാല്. ഈ വണ്ടിയിലൊക്കെ പോകുമ്പം ചില പിള്ളേർ ഭയങ്കര കരച്ചില്ല, നമ്മൾ ചോക്ലേറ്റ് കൊടുത്തിട്ടൊന്നും നിൽക്കുന്നില്ല. അമ്മ പെട്ടെന്ന് ഒരു കുപ്പിയിലെ പാലെടുത്ത് അങ്ങോട്ട് കൊടുത്താ ഇങ്ങനെ പാല് വലിച്ചു കുടിക്കുന്ന ആ കുപ്പിയുടെ മേവശത്ത് ഇങ്ങനെ ഓരോ കൊമള പൊങ്ങുന്ന കാണാം. അതിനർത്ഥം എന്തുവാ, ചിലർ കുറേ ഈ വായി വെച്ചോണ്ട് അങ്ങ് ഉറങ്ങുക. ചില പിള്ളേരെ കണ്ടിട്ടില്ലയോ, അവർക്ക് ഈ പാൽക്കുപ്പി കൊടുത്താലേ എന്തോ ഉള്ളൂ, അതിങ്ങനെ വെച്ചോണ്ട് രാവിലെ ഒരു കുപ്പി എടുത്ത വൈകുന്നേരം വരെ ഇങ്ങനെ ഒരു തുള്ളി കുടിക്കുകയില്ല, എപ്പോഴും ഇങ്ങനെ കുപ്പിയും വെച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെ ഉണ്ട്, ഞായറാഴ്ച ഞങ്ങളും. പക്ഷെ ഒരു തുള്ളി പിള്ളേരതിങ്ങനെ പാലിച്ചങ്ങോട്ട് ആണോ. ചിലരെ നിങ്ങൾ കണ്ടോണം, ആ പെയ്ത മഴ മുഴുവൻ കുടിച്ചു. ഓ കുതിർന്നു കിടക്കുന്ന നിലം, ഓ യേശുവിന്റെ നാമത്തില് കുതിർന്നു കിടക്കുന്ന നിലം, ഓ യേശുവിന്റെ നാമത്തില്. ചിലരെ കാണുമ്പോഴേ അറിയാൻ, ചിലതൊക്കെ പൊട്ടിമുളയ്ക്കാൻ സമയമായി. പലപ്പോഴും പെയ്ത മഴ, വായിക്കാം, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവൻ. ആരാ കൃഷി ചെയ്യുന്നവൻ? എന്റെ യേശുവ കൃഷിക്കാരൻ. ഓ ലോർഡ്, ഭൂമി കൃഷി ചെയ്യുന്നവന് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു. ഹിതമായ സസ്യാദികളെ വേറെ മുളപ്പിക്കുന്നുണ്ട്, മുള്ളും ഞെരിഞ്ഞിലും അത് ചെയ്യരുത്. ബ്രദറെ, ഞാനൊരു 15 കൊല്ലം യോഗത്തിൽ വരും, പക്ഷെ ഞാൻ എന്നും ഇങ്ങനെ മുള്ളും ഞെരിഞ്ഞിലുമായിട്ട് നിൽക്കുക. എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങ് മുള്ള തന്നെയാണ്, ആർക്കിട്ടും കുത്തും. കാറ്റടിച്ച വാട്. ഈ മുള്ളിന്റെ മനസ്സിലായോ?
തൊട്ടാ നമ്മളെ മുറിക്കും, കാറ്റടിച്ചാ വാടും. മുള്ളും ഞെരിഞ്ഞിലും, മുള്ളു ശാപത്തിന്റെ സന്തതിയാ. അങ്ങനല്ല, ഭൂമി കൃഷി ചെയ്യുന്നവന് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ, ഹിതമായത് വിളയിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഓ, പ്രാപിക്കും. നിനക്ക് ദൈവത്തിന്റെ അനുഗ്രഹമാ. ഓ, ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ അകത്തുനിന്ന് ചിലത് മുളയ്ക്കാൻ പോവാ. ഓ, വചനം കേട്ടപ്പോൾ, വചനം വീണപ്പോൾ നിന്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവെന്ന മഴ, ആത്മാവെന്ന മഴ, അഭിഷേകമെന്ന മഴ നിന്റെ അകത്ത് വീണപ്പോൾ ചിലത് മുളയ്ക്കുക. ആകെ തൂക്കം ഇന്നത്തെ ദൂതിന്റെ, നിന്നിൽ നിന്ന് ചിലത് മുളയ്ക്കും. അത് നിനക്ക് അനുഗ്രഹമായിരിക്കും. ഓ, യേശുവിന്റെ നാമത്തില് ഇന്നലകളിൽ മുളപ്പിച്ച മുള്ളും ഞെരിഞ്ഞിലും ഒക്കെ ഇന്ന് വേരോടെ പിഴുതെറിഞ്ഞിട്ട് നിന്റെ അകത്തുനിന്ന് ചിലത്, മുമ്പൊരിക്കലും നടന്നിട്ടില്ലാത്ത ചിലത് ഇന്നത്തെ പ്രാർത്ഥന നടക്കട്ടെ. ഇന്ന് 3 കാര്യമേ പറഞ്ഞുള്ളൂ. ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയണം. 1, ദൈവം എന്നെ ഒരു അനുഗ്രഹമാക്കി വെക്കും. ഒന്ന് പറഞ്ഞേ, ദൈവം എന്നെ ഒന്ന്. ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചോദിക്കും 3 കാര്യം. ചിലരുടെ തലയിൽ കൈവച്ച് ചോദിക്കും, ആ 3 കാര്യം എന്ന് പറഞ്ഞേ, എന്നാലേ പ്രാർത്ഥിക്കത്തുള്ളൂ. ഇല്ലേ അപ്പുറത്തോട്ടൊരു ബുക്കും പുസ്തകവും തരാൻ പോവാ. 1, പിള്ളേരോടല്ല ചോദിക്കാൻ പോന്നെ, അമ്മച്ചിമാരോടും ചോദിക്കും. ദൈവം എന്നെ ഒരു അനുഗ്രഹിക്കുമെന്നല്ല, അനുഗ്രഹമാക്കി വെക്കും. 2, എൻ്റെ മേലൊരു മഴ പെയ്യും. ആ മഴ അനുഗ്രഹകരമായ. ഇന്ന് ദൂതാശീർവാദം പറയുമ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കുഞ്ഞേ, ജീസസ് നിനക്ക് വിലയുള്ള ഒന്ന് തരിക. വർഷങ്ങളായി മുടങ്ങിയ പലതും ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ വീട്ടിൽ ആരംഭിക്കും. ഒഴിയ ബാധ പോലെ കിടന്ന കേസുകൾ തന്നെ ചിലർ മാറിപ്പോവും. ചില കേസുകൾ വിധിയാകും, ചിലർ എഴുതി തള്ളും, ചില ശത്രുക്കൾ മുട്ടുകുത്തും. ഓ, നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹകരമായ ആ മഴ എന്താന്ന് ഞാൻ പറഞ്ഞു. ദൈവവചനം മഴ പോലെ പെയ്യും, പരിശുദ്ധാത്മാവ് മഴ പോലെ പെയ്യും, അഭിഷേകം നിന്റെ മേൽ. നമ്മൾ ആ വാക്യം ഒരിക്കൽ കൂടെ വായിച്ച് ബൈബിൾ അടയ്ക്കും. എസെക്കിയേൽ 34:26. ഞാൻ അവയെയും എന്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വെക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യ്ക്കും, അത് അനുഗ്രഹകരമായ മഴ ആയിരിക്കും. 1, ഞാനൊരു അനുഗ്രഹമാക്കി വെക്കും. 2, ഞാനൊരു മഴ പെയ്യിക്കും. 3, ഞാനിത് ആവർത്തിച്ച്, ഞാൻ ഏത് വാക്യം പ്രസംഗിച്ചാലും അതിനകത്ത് എന്നോട് സംസാരിക്കുന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പഠിപ്പിക്കും. അതെന്തിനാ? നിന്റെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാനാ. നിങ്ങൾ പറയണം, എൻ്റെ ദേശത്ത് എൻ്റെ വീട് ഒരു അനുഗ്രഹമാക്കി വെക്കും, എൻ്റെ ദേശത്ത് എൻ്റെ സന്തതിയെ ഒരു അനുഗ്രഹമാക്കി വെക്കും. ആമേൻ. ഞങ്ങളുടെ വീട്ടിലൊരു മഴ പെയ്യും. ആമേൻ. ജീസസ്, ഈ വാക്യത്തെ കൈവച്ച് ഈ വർഷം മുഴുവൻ പ്രാർത്ഥിക്കണം.